إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ബർസഖിയായ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് ഇന്ന് റജബ് 3-ആണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് منها 4 حرم فلا تظلموا فيهن أنفسكم. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ച കാലം മുതൽക്ക് അല്ലാഹുവിൻ്റെ പക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്. ആ 12 മാസങ്ങളിൽ മിൻഹ 4 ഹുറും 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസമാണ്. 3 മുതതാലിയാത്ത് 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. വറജബ് മുദർ, മുദർ ഗോത്രം റജബായി കണക്കാക്കുന്ന റജബിന്റെ മാസവും ആ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ 4ാമത്തെ മാസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. റജബ് മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളെപ്പോലെ മോശമായ പ്രവൃത്തികൾ വല്ലതും ആ മാസത്തിൽ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഗൗരവം കൂടുന്നതാണ്. തിന്മകളുടെ പാപം വർദ്ധിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ നന്മകൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുണ്ടാകുന്ന മാസവുമാണ്. എന്നാൽ പ്രത്യേകമായി റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പുകളോ പ്രത്യേകമായ നമസ്കാരങ്ങളോ അങ്ങനെ പ്രത്യേക ചില കർമ്മങ്ങളോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റജബ് മാസത്തിന് മാത്രമായി മുഹറമാക്കപ്പെട്ട മാസങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത റജബ് മാസത്തിനുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. ഖാല അൽ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്
ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഉൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. റജബ് മാസത്തിനെ മറ്റു മുഹറമായ മാസങ്ങളെക്കാൾ വല്ല ശ്രേഷ്ഠതയുമുള്ളതായോ, അതുപോലെ തന്നെ ആ മാസത്തിൽ പ്രത്യേകമായ നോമ്പുകളുള്ളതായോ, ആ മാസത്തിൽ പ്രത്യേകമായ ചില തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങൾ നോമ്പ് നോൽക്കണമെന്നോ, ആ മാസത്തിൽ ചില പ്രത്യേകമായ രാത്രികളിൽ നിന്ന് നമസ്കരിക്കണമെന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് തെളിവാക്കാവുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. വഖദ് സബഖനി ഇലൽ ജസ്മി ബിദാലിക് الإمام أبو إسماعيل الهروي الحافظ رحمه الله. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുകയാണ്, തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് ഇത് എനിക്ക് മുൻപ് ഇമാം അബൂ ഇസ്മായിൽ അൽ ഹറവി റഹിമഹുള്ള കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യവുമാണ്, ഇത് ആദ്യമായി പറയുന്നത് ഞാനല്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുകയാണ്. റജബ് മാസത്തിലെ പ്രത്യേക ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ആ ദിവസത്തിൽ പ്രത്യേകമായ ഒരു നമസ്കാരം ചില ആളുകൾ നിർവഹിക്കാറുണ്ട്. അതിനാണ് സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത്. എന്നാൽ ആഗ്രഹ സഫലീകരണ നമസ്കാരം, സ്വലാത്തുർ റഗായിബ് എന്ന് അറിയപ്പെടുന്ന നമസ്കാരം, അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഹദീസ് മൗദൂആയ ഹദീസാണ്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. عن أنس بن مالك عن النبي صلى الله عليه وسلم أنه قال ما من أحد يصوم يوم الخميس أول خميس من رجب ثم يصلي فيما بين العشاء والعتمة يعني ليلة الجمعة 12 ركعة غفر له ما تقدم من ذنبه. قال الإمام النووي رحمه الله هذه بدعة قبيحة وهذا الحديث حديث موضوع. റജബ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുകയും ആ രാത്രിയിൽ 12 റക്അത്തുകൾ ഒരാൾ ഇന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കപ്പെടുമെന്നും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും പറയുന്ന ഹദീസ് അത് മൗദൂആയ ഹദീസാണ്. മഹാനായ ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്ന പേരിൽ ചില ആളുകൾ നിർവഹിക്കുന്ന ഈ നമസ്കാരം ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദ ഇൻകാർ മുസ്തമിലത്തുൻ അലാ മുൻകറാത്തിൻ ഫയതഅയ്യനു തർക്കുഹാ വൽ ഇഅറാദു അൻഹാ വഇൻകാറുഹാ അലാ ഫാഇലിഹാ. ഇത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതായ ഒരു ബിദ്അത്തും ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതായ ഒരു മുൻകറും ഒരു തിന്മയുമാകുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരുപാട് മുൻകറുകളാണ് ഇത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു നമസ്കാരം നിർവഹിക്കുക വഴി ആളുകൾ ചെയ്തു കൂട്ടുന്നത്. അത് ഉപേക്ഷിക്കണമെന്ന് മാത്രമല്ല, അത് നിർവഹിക്കുന്നവരെ കണ്ടാൽ അവരോട് അത് ഉപേക്ഷിക്കാൻ വേണ്ടി അവരെ ആവശ്യപ്പെടുകയും എതിർക്കുകയും ചെയ്യണമെന്ന് മഹാനായ ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫതാവൽ ഇമാം നവവി അതിൽ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയാണ്. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുള്ള ഈ ഹദീസ് ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ അൽ മൗദൂആത്ത്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ, ആ ഹദീസിനെ ക്രോഡീകരിച്ച ഗ്രന്ഥത്തിലാണ്. മാത്രമല്ല ചില ആളുകൾ ഇസ്റാ വൽ മിഅ്റാജ് അത് റജബ് മാസത്തിൽ ആഘോഷിക്കുന്നത് കാണാൻ സാധിക്കും. വമിനൽ ബിദ്അത്തി ഫി റജബ് അൽ ഇഹ്തിഫാലു ബിൽ ഇസ്റാ വൽ മിഅ്റാജ്. قال ابن حجر رحمه الله عن ابن دحية رحمه الله تعالى وذكر بعض القصاص أن الإسراء كان في رجب قال وذلك كذب. അഥവാ ഇസ്റാ വമിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണെന്ന് ചില കഥാകാരന്മാർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ അത് വസ്തുതയല്ല. ആ ദിവസത്തെ ആഘോഷമാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല പറയുകയാണ്. وقال الإمام ابن رجب الحنبلي رحمه الله وروي بإسناد لا يصح عن القاسم بن محمد أن الإسراء بالنبي صلى الله عليه وسلم كان في 27 من رجب وأنكر ذلك إبراهيم الحربي رحمه الله وغيره من الأئمة. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുകയാണ്,
റജബ് മാസത്തിലെ 27 അന്നാണ് ഇസ്രാ വ മിഅ്റാജ് നടന്നത് എന്ന് ചില ആളുകൾ ഉദ്ധരിച്ചത് കാണാം. അതൊരിക്കലും സ്ഥിരപ്പെട്ടു എന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, മഹത്തുക്കളായ ഇമാമിങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട് എന്നും കൃത്യമായി അദ്ദേഹം തന്റെ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞു വെക്കുകയാണ്. ഇത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിലും അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലയും ഇതേ കാര്യം സൂചിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് റജബ് മാസത്തിൽ പ്രത്യേകമായ അറവ് നടത്തുക എന്നുള്ളത്. അൽ അതീറത്തു ഫിർ റജബ്. ഖാല അൽ ഹസൻ റഹിമഹുല്ലാ ലൈസ ഫിൽ ഇസ്ലാമി അതീറത്തുൻ ഇന്നമാ കാനത്തിൽ അതീറത്തു ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ റജബ് മാസത്തിൽ അതീറ നിർവഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കാൻ അവർക്ക് അനുവാദം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയും ലാ അതീറത ഫിൽ ഇസ്ലാം, റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു അറവ്, അങ്ങനെ ഒരു അറവ് ഇല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി റജബ് മാസം സാധാരണ തിങ്കളാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ ഒന്നിടവിട്ടുള്ള ദിവസമോ അയ്യാമുൽ ബീദിന്റെ ദിവസമോ ഒരാൾക്ക് നോമ്പെടുക്കാം. എന്നാൽ ഒരു മാസത്തിലും നോമ്പെടുക്കാത്ത വ്യക്തി റജബ് മാസമാണ്, അതുകൊണ്ട് ഇന്ന ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കാമെന്ന് പറയുകയാണ് എങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഖാല ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് വഅമ്മ الصيام فلم يصح في فضل صوم رجب بخصوصه شيء عن النبي صلى الله عليه وسلم ولا عن أصحابه. റജബ് മാസം, ആ മാസത്തിലെ പ്രത്യേകമായ ദിവസങ്ങൾ തെരഞ്ഞെടുത്തോ, റജബ് മാസത്തിന് മറ്റ് മുഹറമാക്കപ്പെട്ട മാസങ്ങളെക്കാൾ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടോ ആ മാസം മാത്രം ചില ആളുകൾ നോമ്പെടുക്കുന്നത് കാണാം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റജബിന് മാത്രമായി അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചു കൊടുക്കുന്നതിന് യാതൊരു തെളിവും വന്നിട്ടില്ല. വലാ അൻ അസ്ഹാബിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ നിന്നും അങ്ങനെ ഒരു തെളിവ് വന്നിട്ടില്ല എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട്, സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ റജബ് മാസത്തിൽ ചില ആളുകൾ ചെയ്യുന്ന ബിദ്അത്തുകളിൽപ്പെട്ടതാണ് റജബ് മാസമാണ് എന്നതുകൊണ്ട് ഉംറക്ക് പോകുക. റജബിലും ഉംറക്ക് പോകാം, ഏത് മാസത്തിലും ഉംറക്ക് പോകാം. പക്ഷെ റജബ് മാസമാണ് എന്ന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടൊരു ഉംറ, അതിന് ഇമാം ഇബ്നുൽ അത്താർ റഹിമഹുള്ള പറയുകയാണ് വമിമ്മാ ബലഗനി അൻ അഹ്ലി മക്ക زادها الله تشريفا اعتيادهم كثرة الاعتمار في رجب أي بتخصيصه وهذا مما لا أعلم له أصلا. ഇമാം ഇബ്നുൽ അത്താർ റഹിമഹുള്ളയോട് മക്കയിലെ ചില ആളുകൾ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ധാരാളം ഉംറ നിർവഹിക്കുന്നത് കണ്ടുവരുന്നുണ്ടല്ലോ, അതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ലാ അഅലമു ലഹു അസ്ലുൻ, അതിനേതെങ്കിലും ഒരു തെളിവുള്ളതായി പ്രമാണമുള്ളതായി എനിക്കറിയില്ല. അതുകൊണ്ട് റജബ് മാസമാണ് എന്നതുകൊണ്ടൊരു ഉംറക്ക് പോകുക എന്നൊരു ഉംറയില്ല. മറിച്ച് ഏത് സമയത്ത് ഒരാൾക്ക് വേണമെങ്കിലും ഉംറക്ക് പോകാം. റജബ് മാസമാണ് എന്ന് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലത്തെ റജബ് മാസത്തിൽ ഒരുപാട് ചരിത്രപരമായ സംഭവങ്ങൾ നടന്നു എന്ന് റജബ് മാസത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇതെവിടെ നിന്ന് വന്നതാന്ന് വെച്ചാൽ റജബ് മാസത്തിന്റെ തഅദീമ് അത് മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. ആ ജാഹിലിയ്യ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്ന പല തഅദീമുകളും പിന്നീട് ചില ആളുകൾ ജീവിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. قال ابن رجب الحنبلي رحمه الله وقد روي أنه كان في شهر رجب
حوادث عظيمة ولم يصح شيء من ذلك. റജബ് മാസത്തിലാണ് ഒരുപാട് വലിയ സംഭവങ്ങൾ നടന്നത് എന്ന് ചിലരൊക്കെ കഥകൾ പറയാറുണ്ട്. എന്നാൽ ആ കഥകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഫറൂയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ഫി അവ്വലി ലൈലത്തിൻ മിൻ, റജബ് മാസത്തിലെ ആദ്യത്തെ രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് വസ്തുതയല്ല. വഅന്നഹു ബുഇസ ഫി السابع والعشرين മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് റജബ് മാസത്തിലെ 27-നാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനും യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റജബുമായി ബന്ധപ്പെട്ട് പല കളവുകളും ആളുകൾ കടത്തിക്കൂട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇമാം അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ലാ സാദ മിനല്ലാഹി ബുഅദ. ഒരാൾ സുന്നത്തുകൾ വിട്ട് ബിദ്അത്തുകളിൽ ഇജ്തിഹാദ് ചെയ്താൽ അതിൻ്റെ തൽഫലം എന്താകുന്നു വെച്ചാൽ അയാൾ സുന്നത്തിൽ നിന്നും ദീനിൽ നിന്നും അകന്നകന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. മബ്തദഅ ഖൗമുൻ ബിദ്അതൻ ഫീ ദീനിഹിം, هذا القول قول الإمام حسان بن عطية، ما ابتدع قوم بدعة في دينهم إلا نزع الله من سنتهم مثلها. ഒരാള് ദീനിൽ വല്ല ബിദ്അത്തുകളും കടത്തിക്കൂട്ടിയാൽ അതിന് തത്തുല്യമായി അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുകയും സുന്നത്തുകൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖിൽ നിന്ന് അവർ അകന്നു പോകുകയും ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് ബിദ്അത്തുകളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്